എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഓൾറെഡി LPUPയുടെ സിലബസ് ഒക്കെ കണ്ടല്ലേ. അപ്പം നമ്മൾ ഇനി സിലബസ് അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ക്ലാസ് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് പ്രധാനമായിട്ടും പഴശ്ശിരാജ, വേലുത്തമ്പി, ദളവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പം LPUPക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് പഴശ്ശിരാജയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. രണ്ട് പാർട്ടായിട്ടായിരിക്കും ഇത് വരിക കേട്ടോ. അപ്പം ക്ലാസ്സിലേക്ക് കടക്കാം. പഴശ്ശിരാജ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പം പഴശ്ശിരാജയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ജനിച്ചത് എന്നാണ്? 1753 ജനുവരി 3-നാണ് പഴശ്ശിരാജയുടെ ജനനം വരുന്നത്. നോക്കുക, കേരളത്തിൽ ജനിച്ച പഴശ്ശിരാജ കോട്ടയം രാജകുടുംബത്തിലെ പടിഞ്ഞാറൻ വിഭാഗത്തിലെ വിശിഷ്ട അംഗമായിരുന്നു. പടിഞ്ഞാറൻ വിഭാഗത്തിലെ വിശിഷ്ട അംഗമായിരുന്നു കേട്ടോ. എന്താണ്? കേരളത്തിൽ ജനിച്ച പഴശ്ശിരാജ കോട്ടയം രാജകുടുംബത്തിലെ പടിഞ്ഞാറൻ വിഭാഗത്തിലെ വിശിഷ്ട അംഗമായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണത്? ഹരിശ്ചന്ദ്ര പെരുമാളാണ് കേട്ടോ. അതായത് കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി നോക്കൂ, പുരളിച്ചെമ്മൻ, അതായത് നമ്മുടെ പഴശ്ശിരാജയെ പുരളിച്ചെമ്മൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു കേട്ടോ. പഴശ്ശിരാജയെ പുരളിച്ചെമ്മൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ ജനനം, അടുത്തത് എന്താണ്? രാജവംശം. അതായത് പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജവംശം ആരാണ് സ്ഥാപിച്ചത്? ആരാണ്? ഹരിശ്ചന്ദ്ര പെരുമാളാണ് കേട്ടോ. അതുപോലെ എന്താണ്? പഴശ്ശിരാജയെ പുരളിച്ചെമ്മൻ എന്നും അറിയപ്പെട്ടിരുന്നു, എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇനി നോക്കൂ, 1773 ഹൈദർ അലിയുടെ മലബാറിലേക്കുള്ള രണ്ടാമത്തെ നുഴഞ്ഞുകയറ്റത്തോടനുബന്ധിച്ചാണ് പഴശ്ശിരാജയുടെ പ്രാമുഖ്യത്തിലേക്കുള്ള ഉയർച്ച എന്ന് പറയുന്നത്. എങ്ങനെ പഴശ്ശിരാജയുടെ പ്രാമുഖ്യത്തിലേക്കുള്ള ഉയർച്ച എങ്ങനെയായിരുന്നു സംഭവിച്ചത്? അത് 1773 ഹൈദർ അലിയുടെ മലബാറിലേക്കുള്ള രണ്ടാമത്തെ നുഴഞ്ഞുകയറ്റത്തോടനുബന്ധിച്ചാണ് പഴശ്ശിരാജയുടെ പ്രാമുഖ്യത്തിലേക്കുള്ള ഉയർച്ച എന്ന് പറയുന്നത്. ആ ഒരു സമയത്തായിരുന്നു ആ പഴശ്ശിരാജയുടെ ആ ഒരു ഉയർച്ച എന്ന് പറയുന്നത്. ഇനി നോക്കൂ, അടുത്ത് നോക്കിക്കേ, കുരുമുളകിന്റെ സമൃദ്ധമായിട്ടുള്ള ലഭ്യത കാരണം മലബാർ ഉൾപ്പെടെ കോട്ടയം മേഖലയ്ക്ക് വളരെയധികം ആവശ്യക്കാരുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ സമ്പന്നമായ വിഭവങ്ങൾ മൈസൂർ സാമ്രാജ്യത്തിനെ മലബാർ മേഖലയിലേക്ക് ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് എന്തായി? കാരണമായി. അപ്പൊ ഇതാണ് ഒരു കാരണം കേട്ടോ. കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇതായിരുന്നു. അതായത് കുരുമുളകിന്റെ സമൃദ്ധമായിട്ടുള്ള ലഭ്യത കാരണം. എന്താണ്? കുരുമുളകിന്റെ സമൃദ്ധമായിട്ടുള്ള ലഭ്യത കാരണം മലബാർ ഉൾപ്പെടെ കോട്ടയം മേഖലയ്ക്ക് വളരെയധികം ആവശ്യക്കാരുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ സമ്പന്നമായ വിഭവങ്ങൾ മൈസൂർ സാമ്രാജ്യത്തിനെ മലബാർ മേഖലയിലേക്ക് ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് കാരണമായി തീർന്നു കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇനി നോക്കൂ, മൈസൂറിന്റെ നിരന്തരമായ ആക്രമണത്തില് കോട്ടയം ഭരിച്ചിരുന്ന ഭരണാധികാരി തിരുവിതാംകൂറിൽ അഭയം തേടി തെക്കോട്ട് പാലായനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് മൈസൂറിന്റെ നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആക്രമണം നടത്തിയത്? അതെ, കുരുമുളക് പോലെയുള്ള വസ്തുവകകൾക്ക് വേണ്ടിയിട്ടാണ് അവര് ആക്രമണം നടത്തിയത് അല്ലെ. അപ്പൊ നോക്കൂ, മൈസൂറിന്റെ നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൽ കോട്ടയം ഭരിച്ചിരുന്ന ഭരണാധികാരി തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചു. അഭയം തേടി എങ്ങോട്ടേക്ക് പാലായനം ചെയ്തു? തെക്കോട്ടേക്ക് പാലായനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഈ സംഭവം എന്താണ്? കേരളവർമ്മയെ കോട്ടയം രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കി. ആരെയാണ്? കേരളവർമ്മയെ കോട്ടയം രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കി. ഏത് സംഭവം? ഈ ഒരു പാലായനം ചെയ്യാൻ തീരുമാനിച്ച ഈ ഒരു സംഭവം കേരളവർമ്മയെ എങ്ങോട്ടേക്ക് എന്തിന്റെ ആക്കാനായിട്ട് കാരണമായി? കോട്ടയം രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കാനായിട്ട് തീരുമാനമായി, അല്ലെങ്കിൽ കാരണമായി കേട്ടോ. ഏത് സംഭവം? ഈ ഒരു സംഭവം. ഇനി നോക്കിക്കേ, അധിനിവേശം നടത്തുന്ന മൈസൂർ സേനയുടെ മുന്നിൽ തന്റെ ജന്മദേശം ഉപേക്ഷിക്കരുതെന്ന് തീരുമാനിച്ച കേരളവർമ്മ അവിടെ താമസിക്കാനും നുഴഞ്ഞുകയറ്റത്തെ സജീവമായി ചെറുക്കാനായിട്ടും തീരുമാനിച്ചു കേട്ടോ. അധിനിവേശം നടത്തുന്ന മൈസൂർ സേനയുടെ മുമ്പിൽ തന്റെ സ്വന്തം നാടിനെ സ്വന്തം ജന്മദേശത്തെ
ഉപേക്ഷിക്കരുതെന്ന് തീരുമാനിച്ച കേരളവർമ്മ അവിടെ തന്നെ താമസിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? നുഴഞ്ഞു കയറ്റത്തെ സജീവമായിട്ട് എന്താണ് ചെറുക്കാനും തീരുമാനിച്ചു കേട്ടോ. അപ്പൊ നോക്കിയേ, മൈസൂർ അധിനിവേശത്തിന്റെ ചെറുത്ത് എന്നാണ്? അത് 1773 എന്താണ് 93-ലാണ് കേട്ടോ. അതായത് 1773 1793-ലായിരുന്നു എന്താ ഈ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്. ഏത് ചെറുത്തുനിൽപ്പ്? മൈസൂർ അധിനിവേശത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആയുധങ്ങളുടെയും മനുഷ്യശക്തിയുടെയും കുറവ് പരിഹരിക്കുന്നതിനായി മൈസൂർ അധിനിവേശത്തിനെതിരെ പഴശ്ശിരാജ ഒരു ഗറില്ല പ്രചരണത്തിന് നേതൃത്വം നൽകി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഏത് പ്രചരണത്തിനാണ്? ഗറില്ല പ്രചരണത്തിന് നേതൃത്വം നൽകി. ആര്? പഴശ്ശിരാജ. എന്ത്? ആയുധങ്ങളുടെയും മനുഷ്യശക്തിയുടെയും കുറവ് പരിഹരിക്കുന്നതിനായിട്ട് മൈസൂർ അധിനിവേശത്തിനെതിരെ, എന്തിനെതിരെ? മൈസൂർ അധിനിവേശത്തിനെതിരെ ആര്? പഴശ്ശിരാജ ഒരു ഗറില്ല പ്രചരണത്തിന് തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ നേതൃത്വം നൽകി കേട്ടോ. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, മൈസൂർ അധിനിവേശത്തിനെതിരെ പഴശ്ശിരാജ നേതൃത്വം നൽകിയ എന്താണ് ഒരു പ്രചരണമാണ്. ഏത്? ഗറില്ല പ്രചരണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇനി നോക്കിയേ, വയനാട്ടിലെ കുന്നുകളും ഇടതൂർന്ന വനങ്ങളും ആക്രമണങ്ങൾക്ക് അനുയോജ്യമാക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വയനാട്ടിലെ കുന്നുകളും അതുപോലെ തന്നെ ഇടതൂർന്ന വനങ്ങളും എന്തിന്? ആക്രമണങ്ങൾക്കുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള സ്ഥലമായിട്ട് അവർ മാറ്റി തീർത്തു. ഇനി നോക്കിയേ, രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം 1784-ലെ മംഗലാപുര ഉടമ്പടി മലബാർ മേഖലയെ മൈസൂരിന്റെ സ്വാധീനത്തിലേക്ക് എന്താണ് ഭാഗമാക്കാനായിട്ട് അംഗീകരിച്ചു കേട്ടോ. എന്നാണ്? 1784. ഇനി നോക്കിയേ, പഴശ്ശി കലാപം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പഴശ്ശി കലാപങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഗൗരവമേറിയതുമായിരുന്നു കേട്ടോ. എന്താണ്? പഴശ്ശി കലാപങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമായിരുന്നു പഴശ്ശി കലാപം. നോക്കൂ, പഴശ്ശി കലാപത്തിന്റെ വീരപുരുഷൻ ആരാണ്? അത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. നമുക്കറിയാം അല്ലെ, കേരളവർമ്മ പഴശ്ശിരാജയാണ് എന്ത്? പഴശ്ശി കലാപത്തിന്റെ വീരപുരുഷൻ എന്ന് പറയുന്നത് ആരാണ്? അത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഇനി നോക്കിയേ, 44 പഴശ്ശി സമരങ്ങൾക്ക് എന്ത്? 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. 44 പഴശ്ശി കലാപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് 2 ഘട്ടം ഉണ്ടായിരുന്നു. ഒന്നാം പഴശ്ശി കലാപവും രണ്ടാം പഴശ്ശി കലാപവും കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ ഒന്നാം പഴശ്ശി കലാപമാണ് നോക്കുന്നത്. നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും നമുക്ക് ക്ലാസ് വരിക. കാരണം നമുക്ക് കുറെ അധികം നോക്കാനുണ്ട്, അപ്പം എന്താണ് പഠിക്കാനുണ്ട്. അപ്പം 2 പാർട്ടായിട്ടായിരിക്കും കലാപങ്ങൾ ഉണ്ടാവുക. അപ്പം 44 പഴശ്ശി സമരങ്ങൾക്ക് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഒന്നാം പഴശ്ശി കലാപമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്നാണ്? അത് 1793-ലാണ്. 1793-ലാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം. ഇനി നോക്കിയേ, ഒന്നാം പഴശ്ശി കലാപത്തിന് ശേഷം എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം. അപ്പം 44 കലാപങ്ങൾ ഉണ്ടായിരുന്നു, 44 പഴശ്ശി കലാപങ്ങൾ ഉണ്ടായിരുന്നു. അതില് ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാം പഴശ്ശി കലാപത്തിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്ത്? ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണമായിട്ട് തീർന്നത്. ഇനി നോക്കിയേ, കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്യാൻ കാരണം എന്തായിരുന്നു നോക്കാം. എന്തായിരുന്നു കാരണം? മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ടാണ് എന്ത്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്യാനായിട്ട് കാരണമായത്. ഓക്കെ, ഇനി നോക്കിയേ, 1792-ൽ മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായപ്പോൾ നികുതി പിരിക്കാനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി.
എന്ന് 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ എന്താണ് നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക് നൽകി? അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി എന്ന് 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ ആർക്ക് എന്താണ് നികുതി പിരിക്കാനുള്ള അധികാരം നൽകി? പ്രാദേശിക ഭരണാധികാരികൾക്ക് നികുതി പിരിക്കാനുള്ള എന്താണ് അവകാശം നൽകി. ഇനി നോക്കി, ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് ആർക്കാണ്? അത് കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കാണ് കേട്ടോ. വീരവർമ്മയ്ക്കാണ് എന്ത്? ശ്രീരംഗപട്ടണ സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കൊടുത്തു? അത് കമ്പനി, അതായത് ബ്രിട്ടീഷ് ആർക്കാണ് അധികാരം നൽകിയത്? കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്ക് നൽകി കേട്ടോ. കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കാണ് എന്ത്? നികുതി പിരിക്കാനുള്ള എവിടുത്തെ ശ്രീരംഗപട്ടണ സന്ധിക്ക് ശേഷം കമ്പനി എന്ത് ചെയ്തു? ആർക്ക് അധികാരം കൊടുത്തു? നികുതി പിരിക്കാനുള്ള കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്ക് അധികാരം കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണേ. നോക്കിയേ, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം എന്താണ്? ഒരു കലാപത്തിന് ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് കൊണ്ട്. അതുപോലെ തന്നെ വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടും കേട്ടോ. ഇത് രണ്ടുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ്. ഒന്ന് എന്തായിരുന്നു? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് കൊണ്ടും അതുപോലെ തന്നെ വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടുമാണ് എന്ത് സംഭവിച്ചത്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ചതിനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവ രണ്ടും. ഇനി നോക്കിയേ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്നു ഏതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രം ഏതായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഒന്നാം കാലഘട്ടം നമുക്കൊരു 44 കലാപങ്ങളെ എത്രയാണ്? 2 ഭാഗങ്ങളായിട്ട്, ഒന്നാം കലാപ കാലഘട്ടം, രണ്ടാം കലാപ കാലഘട്ടം എന്നിങ്ങനെ പഴശ്ശി കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. അതില് ഒന്നാം കാലഘട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും രണ്ടാം കാലഘട്ടവും ഇത് കൂടുതൽ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഇവിടെ എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ്. അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മൾ പല ജോലികളിൽ ഇരുന്നുകൊണ്ടായിരിക്കും നമുക്ക് ക്ലാസ് കേൾക്കുക. ആ സമയത്ത് നമുക്ക് നോട്ട്സ് എഴുതാൻ പറ്റില്ല. അപ്പം ഇതുപോലെ കൃത്യമായിട്ട് വരുന്ന ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സമയം പോലെ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ ധാരാളം നോളജ് വരുന്നതാണ്. കറണ്ട് അഫെയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ GKs ഒക്കെ ധാരാളം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് അറിവും കൂടെ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ചലഞ്ചർ വരും. അപ്പം നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായിട്ടുള്ള നോട്ട്സുകൾ അതിനകത്തും ക്ലാസ്സുകൾ അതിനകത്ത് വരുന്നതാണ്. അപ്പം ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനമായിട്ടും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.